ചെറുപ്പത്തിൻ്റെ ഇതിൽ ആർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ ഒരുപാട് ഡെഫിഷ്യൻസി എനിക്കുണ്ട്, നമ്മൾ ഉപേക്ഷിക്കണം എന്നാലാ പൂർണ്ണമായിട്ട് നൊയമ്പാവുള്ളൂ. അപ്പൊ എനിക്ക് തോന്നി ശരിയാന്ന് തോന്നി. അപ്പൊ നൊയമ്പിലൂടെ ഒരു കാര്യം കൂടി നമ്മൾ അച്ചീവ് ചെയ്യുക, ആ സാധനം നമ്മൾ ഉപേക്ഷിക്കണമെന്നാ പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് എന്നാ പറയണമെന്ന്. ഞാൻ 15 വലിയ നൊയമ്പ് പിടിക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് പേത്രത്ത ഞായറാഴ്ച ഉച്ചയോടുകൂടി ഞങ്ങളുടെ വീട്ടിൽ വൈകിട്ട് വെജായിരിക്കും, നോൺ വെജ് കറികൾ ഉണ്ടായിരിക്കില്ല. അപ്പം പിന്നെ നൊയമ്പിൻ്റെ ദിവസങ്ങളായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നൊയമ്പല്ലാത്ത വീഡിയോസ് ഇതിൽ വരണുണ്ടെങ്കിൽ ഈ ദിവസത്തിന് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വല്ലപ്പോഴും ഡിസ്പ്ലേ വന്നതായിരിക്കും. ഇവിടെ 49 ദിവസവും ഇങ്ങനെ നൊയമ്പായിരിക്കും. 50-ാം ദിവസമാണ് നൊയമ്പ് വീടുള്ളൂ കേട്ടോ. അപ്പം അതിൽ ഇറച്ചി, മീൻ, മുട്ട, ചെമ്മീൻ, ഇത്ര ഐറ്റംസ് ഇവിടെ ഉണ്ടാവില്ല. ഉണക്കച്ചെമ്മീനും ഉണക്കമീനും അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. പാൽ ഉപയോഗിക്കും, മോര് ഉപയോഗിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നൊയമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം വർജിച്ച് മാത്രമല്ല നൊയമ്പ് നോക്കേണ്ടത്. നമ്മുടെ മനസ്സ് ക്ലിയർ ആകാനുള്ള ഭാഗങ്ങൾ ക്ലിയറാക്കി വെക്കുക. ഒന്ന്, പിന്നെ പരമാവധി മനുഷ്യരെ സഹായിക്കാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശാരീരികമായിട്ടും എന്തെങ്കിലുമൊക്കെ ചെറിയ മറ്റ് സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുക്കാൻ പറ്റണവർക്ക് എല്ലാ സമയങ്ങളിലും കൊടുക്കണം. നൊയമ്പ് കാലത്തുനിന്ന് മാത്രമല്ല, കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ പരമാവധി ശ്രമിക്കുക. പാല്, മോര്, പിന്നെ സ്നാക്സ് ഐറ്റംസ്, അതായത് മുട്ടയും മീനും ഇറച്ചിയൊന്നും ചേർത്ത സാധനങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള സംഗതികൾ ഞങ്ങൾ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള സംഗതികൾ കറികളിലുള്ളതും മറ്റ് സ്നാക്സിലുള്ളതും ഒന്നും ഉപയോഗിക്കുന്നതല്ല കേട്ടോ. അത് 8-9 വർഷമായി ഇപ്പോൾ ഫുൾ നൊയമ്പ് എടുത്തു തുടങ്ങിയിട്ട്. മറ്റേ ലാസ്റ്റ് 10 ഡേയ്സാണ് നൊയമ്പ് നോക്കിക്കൊണ്ടിരുന്നത്. അത് ഞാൻ എല്ലാ പ്രാവശ്യവും നൊയമ്പ് തുടങ്ങുന്നതിന് മുമ്പ് പറയാറുണ്ട്. ഇനി പുതിയ വ്യൂവേഴ്സ് ഒരുപാടുള്ളത് കൊണ്ട് അവർക്ക് സംശയങ്ങൾ വരും. ഇടയ്ക്ക് നൊയമ്പിൽ ചിലപ്പോൾ മീനിൻ്റെയോ ഇറച്ചിയുടെയോ മുട്ടയുടെയൊക്കെ പടം കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നും ചോദ്യം വരും. അതുകൊണ്ട് ഞാൻ നൊയമ്പിന് മുമ്പ് തന്നെയുള്ള ദിവസം ഒന്ന് പറയണതാണ്. ഇനി നൊയമ്പ് കാലമായിരിക്കും ഇവിടെ ഈ വീട്ടിൽ കേട്ടോ. പള്ളിയിൽ എപ്പോഴും ഈ നോമ്പ് കാലത്ത് ധ്യാനം നടത്താറുണ്ട് ഇവിടെ ഞങ്ങളുടെ മന്ദിരത്തിൽ. ഞങ്ങളുടെ ഒരുവിധം പള്ളിയിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പറയണതാട്ടോ. അപ്പം അന്നേരം പല സുവിശേഷ പ്രസംഗത്തിനും മിക്കവാറും ഇങ്ങനെ നമ്മുടെ വൈദിക സെമിനാരി കോട്ടയത്തു നിന്നുള്ള അച്ഛന്മാരെയാണ് വരാറ് സാധാരണ. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ഇറച്ചിയും മീനും മുട്ടയും ഭക്ഷണ സാധനങ്ങൾ വർജിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്നാന്ന് വെച്ചാൽ അതുകൂടി വർജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നൊയമ്പ് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ സഹായങ്ങളും ശാരീരിക സഹായവും പറ്റണ സാമ്പത്തിക സഹായവും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യണമെന്നൊക്കെ പറയും. അപ്പം അത് പറയണം. ഞാൻ പണ്ട് എൻ്റെ നേരത്തെയുള്ള കാലത്ത് വിചാരിച്ചിരുന്നത് ഈ ഇറച്ചിയും മീനും മുട്ടയൊക്കെ ഉപേക്ഷിക്കുന്നത് മാത്രമാണ് നൊയമ്പെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടം ഏറ്റവും മധുരസാധനമാണെന്ന് വെച്ചാൽ ആ സാധനം നമ്മളായിട്ട് ഉപേക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അത് ഈ അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഇവിടുത്തെ തറവാട്ടിൽ ചെന്നപ്പോൾ ദീപു ഇങ്ങനെ പറഞ്ഞു, ആൻറ്റി നമ്മളിങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൂടെ നമ്മൾ ഉപേക്ഷിക്കണം എന്നാലാ പൂർണ്ണമായിട്ട് നൊയമ്പാവുള്ളൂ. അപ്പം എനിക്ക് തോന്നി ശരിയാണെന്ന് തോന്നി. പിന്നെ ഇതെല്ലാം ഉപേക്ഷിച്ച് നൊയമ്പ് നോറ്റാലും മനസ്സ് നന്നായിരിക്കണം കേട്ടോ. അതെ, മറ്റുള്ളവരെ അനാവശ്യമായി കുത്തി നോവിക്കാതിരിക്കുക. നമ്മളൊരാളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് തന്നെ നമുക്ക് തിരിച്ചു വരും, റിട്ടേൺ വരും. നമ്മുടെ കർമ്മഫലം എന്ന് പറയില്ല. നമ്മൾ നല്ല രീതിയിൽ പെരുമാറുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫും അതുപോലെ കളർഫുള്ളായി ഇരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലേ മുതൽ ഫുള്ളായിട്ട് എടുക്കാൻ ഒരുപാട് പല പ്രശ്നങ്ങൾ കൊണ്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ 8-9 വർഷമേ ആയുള്ളൂ ശരിക്കും പൂർണ്ണമായിട്ട് ഇത്രയും ദിവസം നൊയമ്പ് നോറ്റ് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം അത് കുറച്ച് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് വെജ് കറിയിലേക്ക് നമ്മളങ്ങ് മാറും. അപ്പം ശരീരം കൊണ്ടും കുറച്ച് നമ്മുടെ ഇതൊക്കെ അങ്ങ് ഹെൽത്തൊക്കെ ഒരു ഇതിൽ വരും. നമുക്ക് ഒത്തിരി ഇങ്ങനെ ഓരോ രോഗങ്ങളിപ്പോൾ ഒരുപാട് പേർക്കുണ്ടല്ലോ. അപ്പം നമ്മളിതൊക്കെ കുറേ സംഗതികൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ അപ്പച്ചൻ്റെ അപ്പൻ, ഞങ്ങൾ അപ്പൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ഗ്രാൻഡ് ഫാദർ ഒക്കെ ശരിക്കും ഉപവാസം ഇതുപോലെ എടുക്കുമായിരുന്നു ഉച്ചവരെ ഏതാണ്ട്. എന്നിട്ട് ഉച്ചയ്ക്ക് നമസ്കരിക്കാൻ നേരത്തെ ഭയങ്കര രസമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമൊന്നുമല്ല നമസ്കരിക്കാൻ പോകാൻ. സ്കൂൾ അടയ്ക്കുമ്പോൾ ഞങ്ങളെ വിളിക്കും. എന്നിട്ട് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പോയി ഇരിക്കും. അപ്പൻ ഇരുന്ന് ഇങ്ങനെ നമസ്കാരം ചൊല്ലിക്കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു തെക്കപ്പറമ്പിലൊരു മാവുണ്ട്, നാട്ടുമാവ് വലിയ. ആ മാവിൻ്റെ ചുവട്ടിൽ മാങ്ങ വീഴും കാറ്റ് വരുമ്പോൾ. തലേ ദിവസം പിറക്കി വെക്കും. എന്നിട്ട് അപ്പം എങ്ങനെയാന്ന് ഊണ് കഴിയുമ്പോൾ ഈ മാങ്ങ ഞരടി പിഴിഞ്ഞ് ഈ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, പഞ്ചസാരയൊന്നും അല്ല, എന്നാൽ പാനിയല്ല, ചുമ്മാ ഉരുക്കി വെച്ചേക്കുക.
ആ ഉരുക്കിയ ശർക്കരയുടെ ആ സിറപ്പൊക്കെ ഒഴിച്ച് അപ്പം കഴിക്കും. അപ്പം ഞങ്ങൾക്കും തരും. അപ്പം ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര മെമ്മറി. എൻ്റെ ഗ്രാൻഡ് ഫാദർ, അപ്പച്ചൻ്റെ അപ്പച്ചൻ. അപ്പം ഇങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കും അപ്പൻ്റെ മുറി. എന്നിട്ട് ഈ പഴയ വീട് കുഞ്ചാച്ചൻ്റെ വീട്ടിലെ, കുഞ്ചാച്ചൻ പിന്നെ പൊളിച്ച വീട് പണിത് പുതിയതായിട്ട്. ആ പഴയ വീടിന് ഒരു അപ്പൻ്റെ മുറി എന്നും പറഞ്ഞൊരു മുറിയുണ്ട്. പണ്ടൊക്കെ ഉള്ള വീടുകൾക്കുള്ളതായി. പഴയ വീടിനോട് ചേർന്ന് ഇങ്ങനെ ഔട്ട് ഹൗസ് എന്ന് പറയാൻ പറ്റൂല, കോലറയത്തുനിന്ന് തന്നെ ഇറങ്ങാൻ പാകത്തിന് സെപ്പറേറ്റ് ഒരു മുറി. ആ മുറിയിലാണ് അപ്പൻ്റെ കിടപ്പും പരിപാടികളൊക്കെ. അപ്പം എന്നിട്ട് അതിൻ്റെ ഇറവാതിലിരുന്നാണ് സന്ധ്യയ്ക്ക് അപ്പനെയും 6 മണിക്ക് മുമ്പേ കുളിക്കും. വെള്ളം ചൂടാക്കി കൊടുക്കണം. എന്നിട്ട് അവിടെ കൊണ്ടുവച്ച് കുളിച്ചേച്ച് അപ്പൻ ഈ നമസ്കാരത്തിന്, എന്നിട്ട് കുമ്പിടിയിലൊക്കെ വേണം നമ്മൾ. ഭയങ്കര ഇതാ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർക്കാറുണ്ട്. അവർ ശരിക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ തലമുറയിൽ എല്ലാ വീടുകളിലും ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും മരണവും ഒക്കെ സംഭവിക്കുമെങ്കിലും താങ്ങി വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകണം നമ്മൾ. അപ്പം പിന്നെ നമ്മുടെ കാവൽ പിതാക്കന്മാർ എപ്പോഴും നമ്മളെ കാക്കും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മച്ചി ഒരുപാട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ ഗ്രഹിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൻ്റെ ഇതിൽ ആർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഒരു 10-50 വയസ്സ് കഴിയുമ്പോഴേ നമ്മളത് ഗ്രഹിക്കാനായിട്ട് നോക്കുള്ളൂ, ശ്രമിക്കുള്ളൂ. അതുവരെയും ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുള്ളൂ. ഞാനും ഒന്നും ശ്രദ്ധിക്കാറില്ല പകുതി കാര്യങ്ങൾ. പക്ഷേ കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ശരിയായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ റിയലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് കുറച്ച് തിരിയണത്. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതാട്ടോ. ഒരുപാട് പേർക്ക് ഇങ്ങനെ പല അനുഭവങ്ങളുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ പാൽ ഉപയോഗിക്കില്ല. ഇല്ല, ദുഃഖ വെള്ളിയാഴ്ച പാൽ ഉപയോഗിക്കില്ല. ശരിക്കും കഷ്ടാനുവാഴ്ച ഒരാഴ്ച പാൽ ഉപയോഗിക്കാതിരിക്കണം നല്ലതാണ്. പക്ഷെ അത്രയൊക്കെ ഉപയോഗിക്കാതിരുന്ന എന്നെ സംബന്ധിച്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡെഫിഷ്യൻസി എനിക്കുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ. അപ്പൊ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാവും. അപ്പൊ ദുഃഖ വെള്ളിയാഴ്ച മാത്രം പാൽ ഉപയോഗം നമുക്ക് പറ്റണ പോലെ ചെയ്യണം. അപ്പൊ നൊയമ്പിലൂടെ ഒരു കാര്യം കൂടി നമ്മൾ അച്ചീവ് ചെയ്യുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടൊരു കൺട്രോള്. അത് തീർച്ചയായിട്ടും ഒരു കൺട്രോളും ഒരു കടിഞ്ഞാണും നമ്മള് കുറച്ചും കൂടി അച്ചീവ് ചെയ്യാണ് അതിലൂടെ. തീർച്ചയായിട്ടും പലതും ഇഷ്ടപ്പെട്ടത് വേണ്ടാന്ന് വെക്കുമ്പോ മാനസികമായിട്ട് ഒരു കടിഞ്ഞാൻ, അമ്മയുടെ ഭാഷയിൽ അത് നമ്മൾ നേടിയെടുക്കുവാണ്. അതെ. ഞാൻ ഒരിക്കലും ഇല്ലേ ഈ കാര്യങ്ങൾ പറഞ്ഞ ഒരാളെ ഇങ്ങനെ അമർത്തി ഇത് ഏൽപ്പിക്കണതല്ല. ഞാൻ എൻ്റെ ലാംഗ്വേജ് പറയണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് എന്നാ പറയണമെന്ന്. ഞാൻ എൻ്റെ ലാംഗ്വേജ് അതേ രീതിയിൽ പറഞ്ഞാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയ രീതിയിൽ എൻ്റെ ലാംഗ്വേജ് അങ്ങനെ വന്നു പോണതാട്ടോ. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ആരെയും കടിച്ചമർത്തി ഇത് ചെയ്യാനായിട്ട് ഇത് ചെയ്യണതല്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ചിലർ പറയൂല്ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. ഒരിക്കലും ആവശ്യത്തിന് സ്ട്രിക്റ്റ് നമുക്ക് വേണം. അത് വേണം. ഒരിക്കലും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളെ ആവശ്യത്തിന് സ്ട്രിക്റ്റ് ഉണ്ട്. പക്ഷെ പറയുമ്പോൾ ചില സംഗതികൾ എനിക്കങ്ങനെ സ്ഫുടമായിട്ട് ഞാനിങ്ങനെ പറയണത്. അത് നല്ല കാര്യമാണ്. വേറെ മൂന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഒരിക്കലും അങ്ങനെയുള്ളൊരു ഇതല്ല കേട്ടോ, പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ ഓക്കെ.